Hi guys, happy new year to all. So welcome back to the yet another video of Let's Talk Motech. അപ്പം ഞാൻ യൂഷ്വൽ ഫ്രെയിമിൽ നിന്ന് മാറിയിട്ട് റൂമിലേക്ക് പിടിച്ചാണ്. ഇത് നമ്മൾ ടെക്നിക്കൽ സാധനങ്ങൾ മീൻസ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അൺബോക്സിങ് അല്ലാന്നുണ്ട് റിവ്യൂ അങ്ങനത്തെ ഒരു സാധനം ഒന്നല്ല. ഇപ്പൊ 2025 ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറെ ഗാഡ്ജറ്റ്സ് ഉണ്ട്. അപ്പൊ അതില് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആയിട്ട് പലരും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, ചിലർ പർച്ചേസ് ചെയ്യാനുള്ള ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്റേത് മാത്രമല്ല പല ടെക്കീസിൻ്റെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ 2025 ഫേസ് ചെയ്ത ടെക്നിക്കൽ ഇഷ്യൂസ് ആൻഡ് ടെക്നിക്കൽ പ്രോസ് ആൻഡ് കോൺസ് ബേസ്ഡ് ഓൺ മൈ ഗാഡ്ജറ്റ്സ് ആൻഡ് മൈ എക്സ്പീരിയൻസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ അപ്പൊ അതൊരു സ്റ്റോറി പോലെ കേട്ടിരിക്കാൻ താല്പര്യമുള്ളവർ കേട്ടിരിക്കുക. ഓക്കെ, കൂടുതൽ ഡ്രാമയില്ലാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാ സാധനങ്ങളും ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതിൽ അധികം യോജിക്കുന്ന ഒരാളല്ല. ഞാൻ കൂടുതലും ഓൺലൈൻ ഇ-കോം വെബ്സൈറ്റിൽ അതേപോലെ അതിന്റെ ബ്രാൻഡിന്റെ വെബ്സൈറ്റിലൊക്കെ കയറി അങ്ങനെയൊക്കെ നോക്കിയെടുക്കുന്ന ആളാണ്. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓഫ്ലൈൻ ഷോപ്പ് പോയി അത് എക്സ്പീരിയൻസ് ചെയ്ത് ചിലപ്പോൾ ഷോപ്പുകളൊക്കെ അടുത്തടുത്ത് കുറെ ഷോപ്പുകളുണ്ടാവും, ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ്, നമുക്ക് എത്തിപ്പെടാനുള്ള കൺവെൻസ്, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക. അതെല്ലാം നമുക്ക് ഓഫ്ലൈൻ ഷോപ്പിലെല്ലാം ഇപ്പൊ മാള് പോലത്തെ സ്ഥലത്തൊക്കെ കയറി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺവീനിയൻസ് ഉണ്ടാവും. അപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ഓൺലൈൻ സെന്ററിൽ ആയിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത്. സോ അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരിട്ട കുറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ടി വി മേടിച്ചു. ഈ ഒരു ടി വി ഞാൻ മേടിക്കുന്നത് 2022 മേടിക്കുന്നത്. അപ്പം ഈ ടി വി ഞാൻ മേടിച്ച സമയത്ത് OnePlusന്റെ ഒരു ടി വി ആയിരുന്നു, ഒരു 32 ഇഞ്ചിന്റെ ഒരു ബേസ് മോഡലായിരുന്നു. അപ്പൊ അത് ആൻഡ്രോയിഡ് ടി വി ആണ്. അപ്പൊ ഞാനത് മേടിച്ച സമയത്ത് എനിക്ക് 2 ഇയേഴ്സിന്റെ വാറണ്ടി OnePlusന്റെ സൈഡിൽ നിന്നുണ്ട്. അതേപോലെ തന്നെ ഒരു +2 ഇയേഴ്സിന്റെ വാറണ്ടി കൂടെ ഞാനത് മേടിച്ച സമയത്ത് അവർ ഫിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഞാൻ ചെയ്ത സമയത്ത് ഓക്കെ, അവർക്ക് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. ഞാനത് ഒരു മെസ്സേജും ഒരു ഇമെയിൽ കൺഫർമേഷൻ വരാനുണ്ടായിരുന്നു. അപ്പൊ ആ സപ്പോർട്ടിന് വന്ന ആൾ, മീൻസ് ഫിറ്റിങ്ങിന് വന്നിട്ടുള്ള ആൾ പറഞ്ഞു നിങ്ങൾക്ക് ഇത് മെസ്സേജ് വരും, കുഴപ്പമില്ല, ഇത് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് അവരുടെ സൈഡിൽ നിന്ന് വരുന്നതല്ലേ, ട്രസ്റ്റബിൾ അല്ലേ, നമ്മൾ അങ്ങനെയാണോ വിചാരിക്കുക. അപ്പം ഞാനത് അങ്ങനെ വിട്ടു. അപ്പം ഫസ്റ്റ് അതാണ്. പിന്നെ അതേ സമയത്ത് ഞാൻ ആമസോണിൽ നിന്ന് ഒരു വാഷിംഗ് മെഷീനും മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അത് ഫുള്ളി ആയിരുന്നു. അതും ഇതേപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തിട്ട് ഒരു 12,000 30,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ മേടിച്ചായിരുന്നു. അപ്പം അതും ഒരു സമയത്ത് മേടിച്ചുകൊണ്ട് ഞാൻ എക്സ്റ്റൻഡഡ് വാറണ്ടി കൊടുത്തില്ല. അതിൽ 5 ഇയേഴ്സിന്റെ ഇങ്ങനെ കംപ്രസറിന്റെ വില ഒരു വാറണ്ടി വരും, നമ്മളെ മോട്ടറിന്റെ വില ഒരു വാറണ്ടി വരുന്നുണ്ട്. അപ്പം അതും ഞാൻ അങ്ങനെ മേടിച്ചാണ്. അങ്ങനെ ഈ 2 സാധനങ്ങൾ ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു റെഫ്രിജറേറ്റർ മേടിച്ചു. അത് ഞാൻ ഓഫ്ലൈനായിട്ട് മേടിച്ചാണ്. അത് വീട്ടിലേക്ക് ഇടാം, വീട്ടുകാരെ നിർബന്ധപ്രകാരമാണ് ഓഫ്ലൈനായിട്ട് മേടിച്ചത്. അങ്ങനെ യൂസ് ചെയ്ത് 2025 സ്റ്റാർട്ടിങ് ആയപ്പം, ഒരു ഫെബ്രുവരി ഏപ്രിൽ ആ ഒരു സമയമൊക്കെ ആയപ്പം ഇതിന്റെ 2 ഇയേഴ്സിന്റെ വാറണ്ടി കഴിഞ്ഞ് എൻ്റെ ടി വിക്ക് എന്ത് പറ്റി, ഫസ്റ്റ് വാറണ്ടീന്റെ മുന്നേ തന്നെ എൻ്റെ വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ആയി. അതിൽ അറിയാലോ, ഒരു ഡ്രമ്മിന്റെ അകത്ത് കോയിൻ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ യൂഷ്വലി പറ്റുന്നതാണ്. വീട്ടുകാരെ ശ്രദ്ധക്കുറവുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും സാധനങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് ഒന്നുമില്ലേ തന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ പെട്ട് ഇഷ്യൂ ചെയ്തത്. അപ്പൊ ആ ഡ്രമ്മിന്റെ അകത്തുനിന്ന് ഒച്ച വന്നിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് തിരിയുന്ന സമയത്ത് കുഴപ്പമില്ല, ആന്റി ക്ലോക്ക് വൈസ് തിരിയുമ്പോൾ ഒരു ഒച്ച വരാൻ തുടങ്ങി. അങ്ങനെ ഞാനത് കമ്പനിയിൽ, മീൻസ് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു, ഫ്ലിപ്കാർട്ടല്ല ആമസോണിൽ നിന്നായിരുന്നു. അങ്ങനെ ആമസോണിൽ വിളിച്ചു, അവരെ സർവീസിന് അളവിട്ടു. വാറണ്ടി ഉള്ളതുകൊണ്ട് സാധനം അത് മാറി റെഡിയാക്കി തന്നു. അത് ശരിക്കും സംഭവിക്കുന്ന സാധനമാണ്, അപ്പൊ അത് ശരിക്കും ശ്രദ്ധിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റെഡിയാക്കി തന്നു. പക്ഷെ ബുക്ക് ചെയ്തൊരു 2-3 ദിവസത്തെ ഡിലേ വന്നു. അത് അക്സെപ്റ്റബിൾ ആണ്, കാരണം വെച്ചാൽ അവർക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഒരു ടൈമിൽ തന്നെ അവരെ ഒന്ന് റെഡിയാക്കി തന്നു. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ, ഓൺലൈനിൽ എനിക്ക് അങ്ങനത്തെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട് ഞാൻ കറക്റ്റ് റിസോൾവ് ചെയ്ത് പോകുന്നതൊക്കെ ഓക്കെ, അത് നല്ലൊരു കാര്യമായിട്ട് എടുത്തു. സെക്കൻഡ്, പിന്നെ എൻ്റെ ടി വി ഒരു വാറണ്ടി കഴിഞ്ഞതിന്റെ ശേഷം, ഞാൻ ഈ പറഞ്ഞ 2025 എനിക്കൊരു ഇഷ്യൂ വന്നു. മീൻസ് ഞാൻ ടി വി കണ്ടോണ്ടെങ്കിൽ പെട്ടെന്ന് ബാക്ക് ലൈറ്റ് ഓഫ് ആയി. നമ്മൾ ഫ്ലാഷ് ഒക്കെ അടിച്ച് ടിവിന്റെ ഉള്ളിലേക്ക് നോക്കി കഴിയുമ്പോൾ ടിവിന്റെ അകത്ത് അതിന്റെ അകത്ത് എന്താണോ വരേണ്ടത് കറക്റ്റ് സാധനങ്ങൾ വർക്ക് ആവുന്നുണ്ട്, പക്ഷെ പുറമേക്ക് നമുക്കത് കാണില്ല. അപ്പൊ ബാക്ക് ലൈറ്റ് പോയതാണെന്ന് ഞാൻ സെർച്ച് ചെയ്തു, ഗൂഗിളിലും ട്വിറ്ററിലൊക്കെ നോക്കിയ സമയത്ത് ഞാനത് കണ്ടു. അപ്പൊ ഓക്കെ, അങ്ങനെ ഇഷ്യൂ വന്നു. ഞാൻ ഓൾറെഡി 2+2 4 ഇയേഴ്സിന്റെ വാറണ്ടി എടുത്തല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ ഫ്ലിപ്കാർട്ടിൽ വിളിച്ചു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് വെച്ചിട്ടായിരുന്നു അന്ന് പർച്ചേസ് ചെയ്ത്. ഞാനത് EMIക്ക് എടുത്തായിരുന്നു. അങ്ങനെ ആ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഇൻവോയ്സ് അവൻ അയച്ചു തന്നു. അങ്ങനെ ഇൻവോയ്സ് വെച്ചിട്ട് ഞാൻ അതിലെ നമ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, കംപ്ലൈന്റ് റൈസ് ചെയ്തു.
റേസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു 2 yearsന്റെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് കമ്പനി മീൻസ് OnePlus കമ്പനീനെ വിളിക്കാം. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്പനീനെ വിളിച്ചു. വിളിച്ച സമയത്ത് അവർ പറഞ്ഞു ഇത് നമ്മുടെ വാറണ്ടി ഓൾറെഡി കഴിഞ്ഞാണ്, 2 yearsന്റെ വാറണ്ടി നമ്മൾ തരുന്നുള്ളൂ, പ്ലസ് 2 yearsന്റെ വാറണ്ടി സാറിന് രജിസ്റ്റർ ചെയ്യാം, മീൻസ് OnePlusന്റെ സൈഡിൽ നിന്ന് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഫിറ്റ് ചെയ്യാൻ വന്ന ആളെടുത്ത് പറഞ്ഞിട്ടാണ് എടുത്തത്, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അത് ഒരു തേർഡ് പാർട്ടി ആയിട്ട് ചെയ്യുന്നതായിരിക്കും, നമുക്കതിൽ ഒരു അറിവില്ല. ഓക്കെ, അപ്പൊ അതെന്താ നടന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ പിന്നെയും ഫ്ലിപ്കാർട്ടിനെ വീണ്ടും വിളിച്ചു. അങ്ങനെ വിളിച്ച സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ ഒരു 2+2 yearsന്റെ ഒരു 4 year വാറണ്ടി എക്സ്റ്റൻഷൻ കിട്ടിയതൊന്നും ഇവിടെ രജിസ്റ്റർ ആയിട്ടില്ല, രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഇൻവോയ്സിന്റെ ഇത് അയച്ചു കൊടുത്തു, ഫിറ്റ് ചെയ്യാവുന്ന ആള് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ. അങ്ങനെ ഒരു 3-4 ദിവസം അതിൻ്റെ നേരെ ഫോളോ അപ്പ് ചെയ്തു. ഫസ്റ്റ് ഒരു ടീമിനെ വിളിച്ചു, നെക്സ്റ്റ് ഒരു ടീമിനെ വിളിച്ചു, അങ്ങനെ ഒരുപാട് മെയിലും കോളപ്പൺ കോൾ കുറേ കോളുകൾ ചെയ്തു. അവസാനം അവർ പറഞ്ഞു നമുക്ക് ഇതിലൊന്നുമില്ല, ഇത് തേർഡ് പാർട്ടി, അവര് മീൻസ് OnePlus ഫ്ലിപ്കാർട്ട് വേറൊരു തേർഡ് പാർട്ടി ഒരു സർവീസ് ആണ് ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അവരെ സൈഡിൽ നിന്ന് അവര് ചെയ്യുന്ന ഒരു ഇതാണ് ലൈക്ക് വാറണ്ടി എക്സ്റ്റൻഷൻ ആണ്, അതിന് നമുക്കൊരു അറിവില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്, ഇതിന്റെ ഓണർ മീൻസ് ഈ ഒരു ബ്രാൻഡ് OnePlus ആണ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ആസ് എ കസ്റ്റമർ എനിക്ക് അറിയുള്ളൂ, അതിന്റെ മേലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നല്ലേ ഇത് സോൾവ് ചെയ്ത് തരേണ്ടത്. പറയും അല്ല സാർ ഇത് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ, വേണമെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഏതോ കേട്ടുപോലും പരിചയമില്ലാത്ത ഒരു കമ്പനീന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ, ഇവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഒരുപാട് ലാഗ് വരും, അങ്ങനത്തെ ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. വീണ്ടും OnePlusനെ വിളിച്ചു. അങ്ങനെ OnePlus കസ്റ്റമർ സർവീസിലേക്ക് വിളിച്ച് ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, ഇങ്ങനെയാണ് സംഭവിച്ചത്, അങ്ങനെ ഒരു ഫ്രോഡ് ലൈൻ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കാരണം അവര് നമ്മളെ കയ്യിൽ നിന്ന് 2+2 yearsന് എക്സ്ട്രാ കാശും മേടിച്ച് നമ്മളെ പേരിൽ രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് ആ മെസ്സേജ് വന്നിട്ടില്ല, മെയിലും വന്നിട്ടില്ല. ആ മെയിൽ അവര് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം അവർക്ക് അത് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ചെയ്തിട്ട് അയക്കാന്നാ പറഞ്ഞത്. ഒരു ഫ്ലിപ്കാർട്ട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കയ്യിൽ ഒരു ഐഡിയ ഇല്ല സാർ, സാറിന് വേണമെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു കസ്റ്റമർ സപ്പോർട്ടിന് ഒരു ടിക്കറ്റ് റേസ് ചെയ്തിട്ട് അവർ വിളിക്കുന്നുണ്ട്. ശരി ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഏതായാലും ഈ കാശ് പോയി എനിക്ക് TV റിപ്പയർ ചെയ്ത് കിട്ടണം, നല്ലപ്പോൾ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവരെ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടിക്കറ്റ് റേസ് ചെയ്തു. ഒരു 2 ദിവസമോ 48 മണിക്കൂറിനുള്ളിൽ ഒരാൾ വിളിക്കുന്നു പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു സാർ അത് ബാക്ക് ലൈറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും, ഫുൾ ബോർഡ് മാറ്റണം, ബോർഡ് LED ബോർഡോ എന്തോ ഫുള്ള് കംപ്ലീറ്റ് മാറ്റണം, അങ്ങനെ മാറ്റിയാൽ മാത്രമേ വർക്ക് ആവുള്ളൂ. എത്രയാവും കോസ്റ്റ് എന്ന് ചോദിച്ചു. 7,000 rupees ആണ് അവരത് പറഞ്ഞത്, ഇത്ര ചാർജ് വരുന്നു. ഞാൻ ആലോചിച്ചു 12,000 സംതിങ് രൂപയോ 13,000 അങ്ങനെ എന്തോ കാശിനെ എടുത്തതാണ് ആ ഒരു TV. അപ്പൊ അതിന്റെ ഹാഫ് ദ റേറ്റിന് നമ്മൾ ആ ഒരു ഫുള്ള് LED ഡിസ്പ്ലേ മാറ്റുക എന്നുള്ളത് എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, വേണ്ട അത് വേണ്ട, ഞാൻ വീണ്ടും ഞാൻ ഓൾറെഡി വാറണ്ടി എടുത്തിട്ടുണ്ടല്ലോ, അത് കിട്ടാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും ഞാൻ അതൊന്നുകൂടെ ഫോളോ അപ്പ് ചെയ്തു. ഫ്ലിപ്കാർട്ടിന്റെ സൈഡിൽ നിന്ന് ഞാനിങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ ലൈക്ക് കേസ് ഫയൽ ചെയ്യുന്നുള്ള രീതിയിൽ പറഞ്ഞു. മീൻസ് ഞാനത് ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവരുടെ അടുത്ത് പറഞ്ഞു. അത് കുഴപ്പമില്ല സാറിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ചെയ്തു, നമ്മൾ തേർഡ് പാർട്ടി ആയതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ആണ്. ആസ് എ കസ്റ്റമർ, നോർമൽ ഒരു കസ്റ്റമർ, വേറെ ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരു കസ്റ്റമർ അത് അവിടെ വിടും. ഞാനത് അവിടെ നിന്ന് ഫോളോ അപ്പ് ചെയ്ത് ആ ഒരു കേസ് അവിടെ ഫയൽ ചെയ്തത് കൊണ്ട് അതിപ്പോഴും നടക്കുന്നുണ്ട്. അത് ഫയൽ ചെയ്തുകൊണ്ട് മാത്രം എന്റെ സൈഡിൽ നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്ത് അതിൽ എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രം അവിടെ അത് മുമ്പോട്ട് പോയി. അല്ലെങ്കിൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വീണു, പിന്നീട് അങ്ങോട്ട് ആരും പോയില്ല. അപ്പം ഇതൊരു സ്പാം ആണ്. മീൻസ് ആസ് എ കസ്റ്റമർ നമ്മൾ വിചാരിക്കുന്നത് എന്താ, OnePlusന്റെ TV ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു, അതൊരാൾ ഫ്ലിപ്കാർട്ടിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ OnePlusന്റെ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ വന്ന് നമുക്കത് ഫിറ്റ് ചെയ്ത് തന്നു. ഈ ആള് നമുക്കൊരു എക്സ്റ്റെൻഡഡ് വാറണ്ടി തന്നു, നമ്മളത് എന്താ ഇഷ്യൂ വരുന്ന സമയത്ത് ക്ലെയിം ചെയ്യാന്നുള്ള രീതിയിലാണ് അത് ലൈക്ക് ക്യാൻവാസ് ചെയ്തായിരുന്നു. ഇടിവെട്ടൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ ഫുള്ള് നാശമായി പോവല്ലോ, അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളത് ക്ലെയിം ചെയ്യിപ്പിച്ചത്. 2,000 സംതിങ് അങ്ങനെ എൻ്റെ കയ്യിൽ എക്സ്ട്രാ മേടിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ആ സമയത്ത് നല്ലതാണല്ലോ വിചാരിച്ചെടുത്താണ്. എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ ഫോൺ മാറിയത് കൊണ്ട് എനിക്ക് അതിന്റെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഈ ഫോണിൽ, പുതിയ ഫോണിലില്ല. അതായത് അവരുടെ സൈഡിൽ നിന്ന് മെയിലോ കാര്യങ്ങളോ വേറെ ഒന്നും ഇല്ലായിരുന്നു. വെച്ചാൽ ഒരാൾ അസൈൻ ആയിട്ടുണ്ട്, ആളെ ഡീറ്റെയിൽസ് കാര്യങ്ങളോ ഒന്നും നമുക്ക് മെയിലായിട്ട് വരില്ല. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആണ് അവരുടെ സൈഡിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിന്റെ സൈഡിൽ നിന്ന്. ഞാനാണെങ്കിൽ ഈ സാധനങ്ങളൊന്നും വേറെ എവിടെയും സേവ് ചെയ്ത് വെച്ചില്ല.
അപ്പൊ ഡെലിവറി വന്ന് നമ്മൾക്കൊരു മെസ്സേജ് വന്ന ഒരാൾ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഫോർമൽ ആയിട്ട് ഒരു മെയിൽ അയക്കാൻ ഇന്ന ആളാണ് അസൈൻ ആയിട്ടുള്ളത്, ആളെ ഡീറ്റെയിൽസ് ഇതാണ്, ആളിന്ന സമയം, അങ്ങനെ ഒരു മെയിൽ ഒന്നും അവരുടെ സൈഡിൽ നിന്ന് വരില്ല. സോ ഇറ്റ് ഈസ് എ സ്പാം, ക്ലിയർ കേസ് ഓഫ് സ്പാം. അപ്പം അവരിപ്പോ നമ്മളെ വീട്ടിലൊരാള് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് വേറെ എന്തെങ്കിലും മോഷ്ടിച്ച് കട്ടിട്ടൊക്കെ പോയി എന്ന് വിചാരിക്കും. അപ്പൊ നമ്മളൊരു കേസായിട്ട് മുമ്പോട്ട് പോവാണെങ്കിൽ വാട്ട് ദേ വിൽ ഡു, അവരെ കയ്യിൽ ആരാണ് നമ്മൾക്ക് ഫിറ്റ് ചെയ്യാൻ വന്നതെന്നോ അല്ലെങ്കിൽ ഏത് തേർഡ് പാർട്ടിയാണ് അല്ലെങ്കിൽ അതിന്റെ പേരിൽ എന്താ ആക്ഷൻ എടുക്കാൻ പറ്റും, അങ്ങനെ ഒരു സാധനവും അവരെ സൈഡ് ഉണ്ടാവില്ല. അതൊരു കേസായിട്ട് മുമ്പോട്ട് പോയി വലിയ ഇഷ്യൂ ആകുമ്പോൾ മാത്രമേ ഇനി അത് അവർ റേസ് ചെയ്ത് കൊണ്ടുവരുള്ളൂ. എനിക്കിതിന് മനസ്സിലായതാണ്. സോ നിങ്ങളൊരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് വാറണ്ടി ഉണ്ട്. എക്സ്റ്റൻഡഡ് വാറണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രൂഫ് കറക്റ്റായിട്ട് നിങ്ങളൊരു സ്ഥലത്ത് എടുത്തു വയ്ക്കുക. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ ലോഗിൻ ക്രെഡൻഷ്യൽസോ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ PDF ആയിട്ടോ എന്ത് സാധനമായാലും നിങ്ങൾ അതിന്റെ കറക്റ്റ് പ്രൂഫ് എടുത്തു വെക്കുക. നാളെ ഒരു ക്ലെയിമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ലോക്കാവും, ഡെഡ് ലോക്കാവും, സാധനം കിട്ടൂല. സോ അതാണ് സെക്കൻഡ് ഇഷ്യൂ. പിന്നെ വന്നിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മാക്ബുക്ക് ഞാൻ ഈ അടുത്താണ് പർച്ചേസ് ചെയ്തത്. മാക്ബുക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് കുറെ ഇ-കോം വെബ്സൈറ്റ് ഒക്കെ നോക്കി. പക്ഷെ എനിക്ക് ആ സമയത്ത് റെഡി ക്യാഷ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് വില കുറവ്, എനിക്ക് ഐഫോൺ ഫോബിയാസ് ഒരു ഓഫ്ലൈൻ ഷോപ്പ് ഉണ്ട് ഇവിടെ കേരളത്തിൽ മാത്രമാണ്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഒരു മാക്ബുക്ക് എയർ M4 എയർ 256 8GB വേരിയന്റ് പർച്ചേസ്, 16GB 256 വേരിയന്റ് പർച്ചേസ് ചെയ്തു. അത് ആണ് ബേസ് വേരിയന്റ്. അപ്പൊ ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്ത് എനിക്കറിയാം വീഡിയോ എഡിറ്റിങ്ങും പിന്നെ അതേപോലെ എൻ്റെ കോഡിങ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ സംഭവവും നടക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനിത് എടുത്തു. ഐ വാസ് സോ ലൈക്ക് എക്സൈറ്റഡ്. എനിക്ക് വെച്ചാല് അത്രയും കാര്യങ്ങൾ നടക്കണം. പിന്നെ ഭാഗ്യക്ക് എൻ്റെ വൈഫിനും കൂടെ വേണ്ടിയിട്ട് എടുത്തത്. അവർക്ക് കുറെ കാര്യങ്ങൾ നോക്കാനൊക്കെ ഉണ്ട്. നമ്മളെ 2 വിൻഡോസ് ലാപ്പ് ഏകദേശം തീരുമാനമായി കിടക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ അത് പർച്ചേസ് ചെയ്ത് ഒരാഴ്ച 2-3 ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ നോട്ടീസ് ചെയ്ത് ഞാനത് കൊണ്ടുനടക്കാൻ വേണ്ടി ഒരു ബാക്ക് ബാഗ് അല്ല, ഒരു ക്യാരിയിങ് പൗച്ച് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പൗച്ചിന് വേർട്ടിക്കലി ഇത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ലിഡ് ഓപ്പൺ ആയി പോവാം. നമ്മൾ വേർട്ടിക്കലി പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ലിഡ് ഓപ്പൺ ആവും. അപ്പൊ ഞാനത് M2 M1 യൂസ് ചെയ്തിട്ടുണ്ട്, അതിലൊന്നും ഇഷ്യൂ ഇല്ല. അതേപോലെ നമ്മൾ സിംഗിൾ ഫിംഗർ വെച്ച് തുറക്കാൻ പറ്റും. M2 എയറും M1 എയറും M3 എല്ലാം തുറക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു സാധനം ഞാൻ തുറക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യാം. അപ്പൊ ഈ ടൈറ്റ് ഓൾറെഡി പുതിയ ലാപ്പിനൊക്കെ ഉണ്ടാവുന്ന എല്ലാ സ്ഥലത്തും സൈറ്റിലൊക്കെ നോക്കുമ്പോൾ ഞാൻ കണ്ടു ഓക്കെ അതുള്ളതാണെന്ന്. പിന്നെ ഈ ലിഡ് ഓപ്പൺ ആവുന്ന ഇഷ്യൂ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടിക്കറ്റ് റേസ് ചെയ്തു. ഫോർമലി ഒരു ടിക്കറ്റ് റേസ് ചെയ്ത് ആപ്പിൾ സപ്പോർട്ടിനെ വിളിച്ചിട്ട് അവരുടെ സൈഡിൽ നിന്ന് നല്ല പെരുമാറ്റമാണ്. മുന്നേ ഐഫോണിന്റെ വേറെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വിളിച്ച സമയത്ത് അവരുടെ സൈഡിൽ നല്ല പെരുമാറ്റമാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നേരെ ഇമാജിനിൽ പോയി. ഇവിടെ ഹൈലൈറ്റിലുള്ളതാണ്, തൊട്ടടുത്തുള്ളതാണ്. ഇമാജിനിൽ പോയി ഇത് കൊടുത്ത സമയത്ത് ഇതൊക്കെ യൂഷ്വലി ഉള്ളതാണ് ബ്രോ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സാധാരണ ഉള്ളതാണ്. M4 എക്സ്പെക്റ്റഡ് ഇഷ്യൂ ആണ്, ഇതിന് വേറെ ഒന്നും ചെയ്യാനില്ല. അവർ ജസ്റ്റ് ഈ ലാപ്പ് ഒന്ന് തുറന്നു നോക്കുക അല്ലെങ്കിൽ എന്താ ഇഷ്യൂ എന്നൊന്നും അവരെ സൈഡിൽ നിന്ന് അതൊന്നും നോക്കാനോ ഡയഗ്നോസ് ചെയ്യാനോ ഒന്നും അവർ ശ്രമിച്ചില്ല. ഇതിലുള്ള ഇഷ്യൂ ആണ്, കുറച്ചൊരു 20 ദിവസം യൂസ് ചെയ്താൽ യൂസ്ഡ് ആയിക്കോളുന്നത്. അതായത് അത് അവരെ പ്രൊഡക്റ്റിന്റെ ഇഷ്യൂ ആണ്, മീൻസ് ആപ്പിളിലെ ഇഷ്യൂ ആണ്, എന്നാലും നമ്മളത് യൂസ്ഡ് ആയി പോകണം എന്നാണ് അവർ പറയണത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഈ ഒരു ഇഷ്യൂ ഞാൻ വീണ്ടും ആപ്പിൾ കെയറിനെ വിളിച്ച് റേസ് ചെയ്ത് ഇങ്ങനെയാണ് അവരെ സൈഡിൽ നിന്ന് പറയുന്നത് പറഞ്ഞു. അങ്ങനെ വീണ്ടും വേറൊരു സ്ഥലത്ത് ഹൈലൈറ്റിലല്ല RPM ആണെന്ന് പറഞ്ഞിട്ട് വേറൊരു മാളില് അവിടെ ഒരു സർവീസ് സെന്റർ ഉണ്ട്, അവിടെ പുതിയതായിട്ട് തുടങ്ങിയത്. അവിടെ പോയി കൊടുത്തു. അവര് 2 ദിവസം ഡിലേ, മറ്റൊടത്തെ 3-4 ദിവസം ടിക്കറ്റ് റേസ് ചെയ്ത് ഡിലേ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാനത് ചെയ്തത്. അപ്പൊ അവരെ സൈഡിൽ നിന്ന് അപ്രോച്ച് ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ RP മാളിൽ പോയി അവിടെ ഒരു ദിവസം വെച്ചു. അന്നത്തെ ദിവസം സ്റ്റാഫ് ഇല്ല. പിറ്റേ ദിവസം കുറച്ച് ഡിലേ ആയതുകൊണ്ട്, മീൻസ് ടിക്കറ്റ് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അവിടെ പോയി സ്കാൻ ചെയ്ത് റിസർവ് ചെയ്ത് അവർക്ക് ഒഴിവുള്ള സമയത്ത് നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല, കുറെ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട്. അങ്ങനെ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം മൺഡേ പോയി ഒരു 10 മണിക്ക് സാധനം വെച്ചു. എന്നിട്ട് വൈകിട്ട് എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ പോയി ലാപ്പ് കളക്ട് ചെയ്തു. തിരിച്ചു വന്ന സമയത്ത് ഹിഞ്ചിന്റെ ആ ഭാഗം അവരെന്തോ ലൂസ് ചെയ്തിട്ടുണ്ട്. ലൂസ് ചെയ്യാൻ ഒരു ടൈറ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഓപ്പൺ ആയി പോകുന്നതും തുറക്കാൻ പറ്റാത്തതും ഉള്ളതുകൊണ്ട് അവർ ലൂസ് ചെയ്ത് സെറ്റാക്കിയതാണ്. പക്ഷെ എനിക്ക് അതിന് ശേഷം ആ ഇഷ്യൂ സോർട്ട് ഔട്ട് ആയി എന്ന് പറയാൻ പറ്റില്ല കംപ്ലീറ്റ്ലി. എന്നാലും ആ വെർട്ടിക്കലി പ്ലേസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു അനക്കം പറ്റിയാൽ ഓപ്പൺ ആവും. പക്ഷെ
ഫോർ ദ ടൈം ബീങ് അതൊരു സോർട്ട് ഔട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. മറ്റേ സർവീസ് സെന്ററിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ എന്തായാലും ഡയഗ്നോസ് ചെയ്യാനും നമ്മളെ ഇഷ്യൂസിനെ കെയർ ചെയ്യുന്ന രീതിയും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ലൈക്ക് നമ്മുടെ സൈഡിൽ നിന്ന് എന്താണ് നമ്മൾ പറയുന്ന ഇഷ്യൂ എന്ന് കേൾക്കാനും അതിൽ കാര്യം ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ്. പക്ഷെ ആസ് എ കസ്റ്റമർ നമ്മൾ ഇത്രയും കാശ് കൊടുത്തൊരു സാധനം മേടിക്കുമ്പോൾ ഒരു ചെറിയ മൈന്യൂട്ട് ഇഷ്യൂ നമ്മൾ എടുത്ത് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, എക്സ്പെക്റ്റഡ് ആണ്. ഇങ്ങനെ മാനുഫാക്ചറിംഗിൽ കുറെ കാലം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഇഷ്യൂ വരാനൊക്കെ നമുക്ക് ചാൻസ് ഉണ്ട്. നമ്മുടെ യൂസ് കേസ് വെച്ച് തട്ടല മുട്ടലൊക്കെ ഉണ്ട്. ഇത് എടുത്ത് 3 ദിവസമായിട്ടുള്ളൂ, ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു സംഭവം അവർ കെയർ ചെയ്യുന്ന രീതി ഭയങ്കര റോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ RP Mall അവിടെ ഉള്ള ഒരു ഷോപ്പിൽ നിന്ന് എനിക്കത് കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്ത് തന്നു. എനിക്കതിൽ ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ ആ ഹിഞ്ച് ടൈറ്റിന്റെ ഇഷ്യൂ ഇപ്പൊ ഞാൻ 2 മാസം യൂസ് ചെയ്യുന്നത്, അതോടുകൂടി ഏകദേശം അതും സോർട്ട് ഔട്ട് ആയി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഇതേപോലെ എടുത്തു, അവനും ഈ ലിഡ് ഓപ്പണിങ്ങിന്റെ ഇഷ്യൂ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് യൂസ്ഡ് ആയി, പിന്നെ ഹിഞ്ച് ലൂസാക്കി അവൻ്റെതും ഫിക്സ്ഡ് ആയി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് മാനുഫാക്ചറിംഗിലുള്ള ഇഷ്യൂ ആണ്. അപ്പം ഇകോം വെബ്സൈറ്റിൽ നിന്നായാലും ഓഫ്ലൈൻ നിന്നായാലും ഈ ഒരു ഇഷ്യൂ എക്സ്പെക്റ്റഡ് ആണ്. അപ്പൊ അത് ആപ്പിളിന്റെ സൈഡിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്യേണ്ട ഇഷ്യൂ തന്നെയാണ്. സോ അത് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പൊ നമ്മൾ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും സർവീസിന്റെ കാര്യം നമ്മൾ എപ്പോഴും കൺസ്ട്രെയിൻഡ് ആണ്. അത് വെച്ചാൽ നമ്മൾ ഓൺലൈൻ എടുക്കാനോ ഓഫ്ലൈൻ എടുക്കാനോ അതിന്റെ ഓത്തറൈസ്ഡ് സർവീസ് സെന്ററിലാണ് നമ്മൾ കൊടുത്ത് സർവീസ് ചെയ്യുക. അപ്പൊ അതെന്തായാലും നമ്മൾ അവരെ സർവീസ് സെന്ററിന്റെ സൈഡിൽ നിന്നുള്ള അപ്രോച്ച് എന്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ നിർത്താനോ ഓൺലൈൻ നിർത്താനോ ഒരേപോലെയാണ്. ഓക്കെ, പിന്നെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാന്നുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഓൺലൈനിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ഡിലേ ആവാം. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വലിയൊരു സംഭവം വെച്ചാല്, ഞാൻ കുറെ ആലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനത്തിന്. എനിക്ക് കല്യാണത്തിനായിട്ട് റൂമിലേക്ക് ഒരു AC ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ കുറെ സ്ഥലങ്ങൾ സെർച്ച് ചെയ്തു, ഓഫ്ലൈനും ഓൺലൈനും നോക്കി ഓരോ ബ്രാൻഡുകളും, ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും അവസാനം ഞാൻ കണ്ടെത്തിയത് IFB, ഹിറ്റാച്ചി, ഹെയർ, ലോയിഡ്, ബ്ലൂ സ്റ്റാർ. ഈ 5 ബ്രാൻഡ് എന്ന് ഒരെണ്ണം ചൂസ് ചെയ്യേണ്ട ഒരു സാധനം വന്നു. ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത എൻ്റെ റിക്വയർമെന്റ് അനുസരിച്ച് എനിക്ക് 110 AC മതിയായിരുന്നു. പിന്നെ 5 സ്റ്റാർ ഒന്നും ആവശ്യമില്ല, നമ്മൾ എപ്പോഴും AC ഇട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു 110ന്റെ IFB ഹിറ്റാച്ചി ആയിരുന്നു അവസാനത്തെ ചോയ്സ്. ബ്ലൂ സ്റ്റാർ ഞാൻ പിന്നെ അധികം നോക്കിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവസാനം IFB സ്പെയർ പാർട്സ് സർവീസ് കുറച്ച് മോശമാണെന്ന് പറയാൻ ഹിറ്റാച്ചി എടുത്തു. ഹിറ്റാച്ചി അത്യാവശ്യം നല്ല കമ്പനിയാണ്, എല്ലാവരും നല്ലത് തന്നെയാണ് പറഞ്ഞത്. ബ്ലൂ സ്റ്റാറും നല്ലതായിരുന്നു, പക്ഷെ ഞാൻ ഹിറ്റാച്ചി എടുത്തു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഹിറ്റാച്ചി എടുത്തു. ഫിറ്റിങ്ങിന് പർച്ചേസ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഫിറ്റിങ്ങിന് വേണ്ടി ഒരാൾ വന്നു. പിറ്റേ ദിവസം ഈവനിങ് വന്ന് ഫിറ്റ് ചെയ്തു, സെറ്റ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് എത്ര 2000 അങ്ങനെ എന്തോ സംതിങ്, പുറത്തേക്കുള്ള എന്തോ കോട്ടിങ് അത് അങ്ങനെ 2000, 2400, 1400 അങ്ങനെ എന്തോ ഒരു കാശ് എൻ്റെ ഇത് മേടിച്ചു. അങ്ങനെ കുഴപ്പമില്ല, സാധനം എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ അവർക്ക് ഇവിടെ കയറി നിൽക്കാനുള്ള ലാഡറും കാര്യങ്ങളൊക്കെ റെന്റ് ഔട്ട് ചെയ്ത് ഞാൻ എടുത്തു കൊടുത്തു. അതൊക്കെ അവർ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി തന്നു. കുഴപ്പമില്ല, സർവീസ് ചെയ്ത് പോയി, മീൻസ് അവർ ഫിറ്റ് ചെയ്തിട്ട് പോയി. അങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരു 4 മാസം ആവുന്നേ ഉള്ളൂ. 4 മാസത്തിന്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ദിവസം AC അത് ഭയങ്കര നോയ്സ്. ചില നമ്മൾ AC ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു എറർ കോഡ് കാണിക്കും. മീൻസ് അവിടെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന വെച്ചിട്ട് എറർ കോഡ് കാണിക്കുക. ഫസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യും, പിന്നെ ഒന്ന് ബ്ലിങ്ക് ചെയ്യും, പിന്നെ ബ്ലിങ്ക് ചെയ്തിട്ട് 10 സെക്കൻഡ് കൂടുമ്പോൾ ബ്ലിങ്ക് ചെയ്ത് അങ്ങനെ പോകുന്ന രീതി ഒരു എറർ കോഡ് കാണിച്ചു. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ഞാൻ സർവീസ് സെന്ററിൽ വിളിച്ചു, ടിക്കറ്റ് റേസ് ചെയ്തു. ടിക്കറ്റ് ഒക്കെ അതിൻ്റെ കൂടെ കാണിക്കാം. ടിക്കറ്റ് റേസ് ചെയ്തു, മെയിൽ വന്നു, ഫോളോ അപ്പ് എടുത്തു, ഒരാൾ വന്നു. അങ്ങനെ എന്നിട്ട് അത് കവർ ചെയ്തു പോയി. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു, 3ാമത്തെ ദിവസം ഒരു സർവീസിന്റെ ഒരാൾ വന്നു. സർവീസിന്റെ ആള് വന്നിട്ട് എന്ത് പറഞ്ഞു, ഓക്കെ ഇതിലിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, സോ നമുക്കിത് നോക്കാന്ന് പറഞ്ഞിട്ട് ആള് AC ഓണാക്കി കുറച്ചു നേരം വെച്ചു. AC ഓണാക്കി കുറച്ചു നേരം വെച്ചപ്പോൾ ആ ഇഷ്യൂ അപ്പോൾ റീപ്രൊഡ്യൂസ് ആവുന്നില്ല. അങ്ങനെ അവര് ആ സമയത്ത് എനിക്ക് റിമോട്ടില് സ്ക്രീനില് സാധനങ്ങൾ എന്താ, ഈ ഒരു റിമോട്ടില് ഈ സ്ക്രീനില് സാധനങ്ങളൊന്നും കാണാതെ ഇതൊന്നും കാണൂലായിരുന്നു. ജസ്റ്റ് ഓൺ ആയോന്ന് മാത്രം മനസ്സിലാവുള്ളൂ ഈ റിമോട്ടിൽ ലൈറ്റ് എത്തുമ്പോൾ. അങ്ങനെ ആളെടുത്ത് പറഞ്ഞപ്പോൾ ആളെ കയ്യിലുള്ള റിമോട്ട് എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ ഇത് വെച്ചോ, പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ചെയ്തോളാം, ഇത് അവരായുള്ള പുതിയതാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാനുള്ള റിമോട്ട് എന്നുള്ള രീതിയിൽ ഞാനത് ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ റിമോട്ട് എടുത്ത് വെച്ചു. അങ്ങനെ ആ ഒരു കേസ് മാത്രം സോർട്ട് ഔട്ട് ആയി. ഇതിന്റെ കേസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവര് പോയി. അന്നത്തെ രാത്രി വീണ്ടും ഞാൻ ഇട്ടു, ഐഷ്യൂ വീണ്ടും വന്നു. അങ്ങനെ പിന്നെയും ഞാൻ ആളെ വിളിച്ചു, ഇഷ്യൂ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു. വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം വീഡിയോ എടുത്ത് വെച്ചു. അവർ പറഞ്ഞ ആ എറർ കോഡ് കറക്റ്റ് കാണുന്ന രീതിയിൽ എടുക്കണം, എന്നാലേ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ എറർ കോഡ് കാണുന്ന രീതിയിൽ വീഡിയോ എടുത്തു, ഞാൻ ക്ലിയർ ആയിട്ട് അയച്ചു കൊടുത്തു. ആ ഒരു ഇഷ്യൂ ഇന്നതാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്നു, ഒരു ബോർഡ് ഓർഡർ ചെയ്തിട്ട് വരുത്താനുണ്ട്, അത് വരുത്തി കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ വരും. 3 ദിവസം ഒക്കെ എന്തായാലും പിടിക്കാറുണ്ട് താനും. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഞാൻ ഫോളോ അപ്പ് ചെയ്തപ്പോൾ ഓക്കെ ബോർഡ് വന്നിട്ടുണ്ട്, ഇന്ന് ഈവനിങ് വരാമെന്ന്.
അങ്ങനെ അവർ വന്ന് ഈവനിങ് ആദ്യം എക്സോസ്റ്റ് അല്ല, അതിൻ്റെ ഉള്ളിലൊരു ഫാൻ ഉണ്ട്. എക്സോസ്റ്റ് ഫാന് വേറെ, മീൻസ് പുറത്തൊരു ഫാനുണ്ട്. എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഒരു പാട്ടിന് ഒരു ഫാനുണ്ട്, ഉള്ളിലുള്ള ഒരു പാട്ടിന് ഒരു ഫാനുണ്ട്. ഉള്ളിലുള്ള പാട്ടിന്റെ ഫാന് മീൻസ് ആ ഒരു ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന, ഉള്ളിലേക്ക് എയർ സപ്ലൈ ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ ഉണ്ട്. ആ ഫാനിന്റെ അവിടെയും പിന്നെ ആ ബോർഡിലും എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ആദ്യം ഇവരെന്ത് ചെയ്തു, ബോർഡ് മാത്രം മാറ്റിയിട്ട് ഫാന് പഴയ തന്നെ വെച്ച് ചെയ്തു, ഇഷ്യൂ അടിച്ചു, പിന്നെയും പഴയ പോലെ തന്നെ എറർ കാണിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു, ഫാനിന്റെ ഇഷ്യൂ ആണ്, ഫാന് മാറ്റി വയ്ക്കും. അപ്പൊ എന്തായി, ബോർഡിന്റെ ഇഷ്യൂവും ഫാനിന്റെ ഇഷ്യൂവും രണ്ടും ഒരുമിച്ചായിരുന്നു. ബോർഡും ഫാനും ഒരുമിച്ച് മാറ്റിയാലേ ഇഷ്യൂ മാറുള്ളായിരുന്നു. ഇപ്പൊ ബോർഡ് ആദ്യം മാറ്റിയപ്പോൾ ഫാന് കേടായി, ഫാന് പിന്നെ മാറ്റിയപ്പോൾ ബോർഡ് കേടായി. അപ്പൊ രണ്ടും പുതിയത് കൊണ്ടുവന്നു നാശമായി. അപ്പൊ പിന്നെ അവര് വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഒരു വീക്ക് കൂടെ എടുക്കും അടുത്ത സെറ്റ് സാധനം ഓർഡർ ചെയ്യാൻ. അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഫോളോ അപ്പ് എടുത്തു. അവർ വന്നു, പിന്നെ ബോർഡും ഫാനും രണ്ടും മാറ്റി സെറ്റാക്കി തന്നിട്ട് പോയി. അതും ഒരു 2-2.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഇഷ്യൂ റിസോൾവ് ആയത്. എടുത്തിട്ട് 4 മാസമായിട്ടുള്ളൂ. കംപ്ലീറ്റ്ലി നമ്മളെ സർവീസ് പോലും മര്യാദയ്ക്ക് ചെയ്യാറില്ല. മീൻസ് ഞാൻ സർവീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ഇതിൽ അത്രമാത്രം പൊടിയും സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഇപ്പൊ ക്ലീൻ ചെയ്യണ്ടായിരുന്നു, നമ്മളിപ്പോ ഇവിടുന്ന് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ട്, അപ്പൊ ആ സമയത്തൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അങ്ങനെ 3ാമത്തെ ഇഷ്യൂ. അപ്പം ഓൺലൈനിൽ മേടിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ കോൾ ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് അവരെ വരുത്തുന്ന ഇഷ്യൂ. മറ്റേത് ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ ഡയറക്റ്റ് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വരും. ഇത് നമ്മൾ ഒരാളെ വിളിച്ച് കൺവിൻസ് ചെയ്ത് പ്രൂഫ് അയച്ച് ആ ഒരു ഡിലേ ഉണ്ടല്ലോ, അതാണ് ഓൺലൈൻ്റെയും ഓഫ്ലൈനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും അഭിപ്രായം, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. ഓക്കെ.